ഹേ ഗൈസ്, അങ്ങനെ 605 ദിവസത്തെ ബ്രേക്കിന് ശേഷം ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 സ്ട്രീമിങ് തുടങ്ങിയിട്ടുണ്ട്. എപ്പിസോഡ് 1 ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു എപ്പിസോഡ് 1 മണിക്കൂറും 11 മിനിറ്റും ഉണ്ട്. എപ്പിസോഡിൻ്റെ പേര് എ സൺ ഫോർ എ സൺ എന്നാണ്. ഇപ്പോൾ 1 മണിക്കൂറും 11 മിനിറ്റിൽ എനിക്ക് ഒരു 10-11 മിനിറ്റ് ആ ഒരു ഇൻട്രോയും കാര്യങ്ങളും പിന്നെ ബിഹൈൻഡ് ദ സീൻസ് അങ്ങനെ കുറേ മേക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു എപ്പിസോഡാണ്. ദ എപ്പിസോഡ് ഈസ് ബ്യൂട്ടിഫുൾ. സീരീസിൽ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളതുപോലെ ഇത്രയും വെയിറ്റ് ചെയ്ത് കാണുന്നത് കൊണ്ട് തന്നെ ഓരോ സീൻസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നു. ഇതിനകത്ത് സ്റ്റാർക്സിനെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ലുസാറിയസിൻ്റെ ഡെത്തിന് ശേഷം റെനീറിയയ്ക്ക് എന്ത് സംഭവിച്ചു, റെനീറിയ റിക്കവറായി ആ ഒരു വാറിന് വേണ്ടി പ്രിപ്പയർ ആവണമല്ലോ, ആ ഒരു ഇവൻസൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം റെനീറിയെ ഇതിനകത്ത് അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം കുറച്ച് സീനുകൾ മാത്രമേ റെനീറിയയ്ക്ക് ഉള്ളൂ. പക്ഷേ ഡെയ്മൻ അറ്റ് ദ സെയിം ഡേ പുള്ളിക്കാരൻ ഇപ്പോൾ പോയാലും പോയി റിവഞ്ച് എടുക്കാം എന്നുള്ള യമനെ കൊല്ലാം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. പുള്ളി ചുമ്മാ സാധനമാണ്. ഈ ഡെയ്മനെയും ഏമൻ്റെയും നോക്കിക്കഴിഞ്ഞാൽ ഡെയ്മൻ്റെ ചെറുപ്പമാണ് ഏമൻ്റ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെയ്മൻ എങ്ങനെയാണോ സെയിം എനർജിയും ആ ഒരു ഫയറുമാണ് ഏമനിലുള്ളത്. പിന്നെ ഇതിനകത്ത് ഏഗണിൻ്റെ സെക്കൻഡും ഹെലനയും തമ്മിലുള്ള കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിട്ടും അവർക്ക് കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. ജഹേറിസും ജഹേറിയും അങ്ങനെ 2 പേരെ ഉണ്ട്. അത് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ കല്യാണം അത് ആക്ച്വലി അതൊരു സീക്രട്ട് മാരേജ് ആണ് നടത്തുന്നത്. ആ ഒരു സാധനമൊക്കെ ഇവൻ ജമ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സീസൺ 1 അതൊന്നും കാണിച്ചിട്ടില്ലല്ലോ. അപ്പം അത് കാണിക്കുന്നു. ലുസേറിയസ് മരിച്ചു. അപ്പം റെനീറിയ ഇനി എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നറിയില്ല. റെനീറിയ സോബറിലാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരിയെ ദിവസങ്ങൾ കാണുന്നില്ല, പുള്ളി എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. അപ്പം അവിടെ നിന്ന് റെനീറിയ തിരിച്ചു വരുന്നു, വാറിന് വേണ്ടി പ്രിപ്പയർ ആകുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അപ്പുറത്തും ഇതേ സംഭവങ്ങൾ തന്നെയാണ്. അതായത് എന്ത് ചെയ്യണം, വാറാകും എന്നുള്ളതറിയാം. അതേ പോയിന്റിൽ ലുസേറിയസ് മരിച്ചതിൽ ആലിസണിന് വിഷമമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരിക്ക് വിഷമമുണ്ട്. ഈ ഓട്ടോ ഹൈറ്റവറാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. പുള്ളിക്കാരന് ഈ ഒരു പവറിനുള്ള അത്യാഗ്രഹം കാരണമാണ് ഈ ഒരു വാറ ഉണ്ടാകുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ റെനീറിയ ക്യൂവിനെ സമാധാനപരമായിട്ട് കാര്യങ്ങളെല്ലാം പോയേനെ. പക്ഷേ പുള്ളിക്കാരനെ ആദ്യമേ തൊട്ടേ, അതായത് ആലിസണിനെ വിസേരിസിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു വ്യൂ വെച്ചിട്ടാണ് പുള്ളി. അതായത് അടുത്ത കിങ് ആയിട്ട് എൻ്റെ ബ്ലഡിലുള്ള ഒരാൾ വരണം എന്നുള്ള രീതിയിലാണ്. അപ്പം അത് എന്തായാലും മൊത്തത്തിലൊരു സീനാകും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്, ഈ ഒരു സ്റ്റോറിയുടെ അവസാനം എന്താണെന്നുള്ളത്. അപ്പം അറ്റ് ദ സെയിം ടൈം ഏഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഗണിനെ ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജോഫ്രി ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അതേപോലെയാണ്. ഭയങ്കര റൂഡാണോ എന്ന് ചോദിച്ചാൽ അത്ര റൂഡൊന്നുമല്ല, പക്ഷേ ഒരു കിങ് ആവാനുള്ള ഒന്നുമില്ല. ഇപ്പം എയ്മൻറ്റ് കിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, എയ്മൻറ്റിന് ഭയങ്കര കുറച്ച് മെച്യൂരിറ്റി ഉണ്ട്, പക്ഷേ കുറച്ച് അഗ്രസീവ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഈഗൺ അങ്ങനെയല്ല. അപ്പം ഈഗൺ ഹെലനെ കല്യാണം കഴിക്കുന്നു, അവർക്ക് 2 പിള്ളേരുണ്ടാവുന്നു. അതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇനി വരാൻ പോകുന്നത് ചെറിയ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. അതായത് എ സൺ ഫോർ എ സൺ എന്നാണല്ലോ എപ്പിസോഡിൻ്റെ പേര്. അപ്പം അതിനകത്തൊരു ചെറിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി അങ്ങോട്ട് സ്റ്റോറി പോയി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു എപ്പിസോഡ് 4 എന്തോ ആണ് ഡാൻസ് ഓഫ് ദ ഡ്രാഗൺ എന്ന് പറയുന്ന എപ്പിസോഡ് വരുന്നത്. ഈ ഡാൻസ് ഓഫ് ദ ഡ്രാഗണിലാണെന്ന് തോന്നുന്നു, ഡാൻസ് ഓഫ് ദ ഡ്രാഗൺ ആണെന്ന് തോന്നുന്നു ഈ ഒരു ഏമൻറ്റും ഡെയ്മനും തമ്മിലുള്ളൊരു ഡ്രാഗൺ ഫൈറ്റ് വരുന്നത്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിസോഡാണെന്നാണ് പറയുന്നത്. അതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഡ്രാഗൺ വാറായിരിക്കണം. എന്തായാലും ഈ ഒരു സ്റ്റോറിയുടെ ഒരു 70% കഴിഞ്ഞിട്ടേ ആ ഏമൻറ്റും ഡെയ്മനും തമ്മിലുള്ള വാറ് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഭയങ്കര രസമാണ്. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം എടുത്ത് നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമുകൾ, എങ്ങനെ സ്റ്റോറി സെറ്റ് ചെയ്യണമെന്ന് അറിയാം അവർക്ക്, എങ്ങനെ ഇതിനെ കൊണ്ടുപോകണം എന്നറിയാം. അതായത് ഒരു സ്ലോ പേസിൽ പോകുന്ന എപ്പിസോഡാണെങ്കിൽ കൂടി നമ്മളിങ്ങനെ ഇരുന്ന് കാണും, ഓക്കെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള സാധനത്തിൽ കൊണ്ടു നിന്നിട്ട് ഒരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ടു നിർത്തുന്നു. ഇനി എന്തായിരിക്കും അതിൽ ആലിസൻ്റും ഹെലനയും കൂടെ കാണുന്നൊരു സീനുണ്ട് ക്ലൈമാക്സിൽ. അത് ഭയങ്കര രസമാണ്. ഇതിപ്പോൾ ഷീ സ്ക്രൂഡ് എന്ന് അവൾക്ക് മനസ്സിലായി, ആലിസൻ്റ് മനസ്സിലായി, ഹെലന മറ്റേ അന്തിച്ച് നിൽക്കുന്നു. മൊത്തത്തിലൊരു ഭയങ്കര ഹൊറർ ഫീലിംഗ് തരുന്ന ഒരു ക്ലൈമാക്സിലാണ് ഈ ഒരു എപ്പിസോഡ് തീർത്തിരിക്കുന്നത്. എന്തായാലും എപ്പിസോഡ് 1 കിടിലമാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങോട്ട് നമ്മുടെ വിഷ്വൽ ബ്യൂട്ടി എപ്പിസോഡുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഡ്രാഗൺസും കാര്യങ്ങളും ഒക്കെ. ഇതൊരു മോർണിംഗ് എപ്പിസോഡ് മാത്രമെന്ന് പറയാം. അതായത് ലുസേറിയസിൻ്റെ ഡെത്തിനെ മൂൺ ചെയ്യുന്ന റെനീറിയയുടെ ഒരു കാര്യങ്ങളും പരിപാടികളൊക്കെയാണ് ഇത് കാണിക്കുന്നത്. എന്തായാലും
അങ്ങനെ എത്ര നാളത്തെ കാത്തിരിപ്പാണെന്നത് ഈ ഒരു എപ്പിസോഡ് വരാനായിട്ട്. അവസാനം അത് കണ്ടു. അപ്പം നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ താമസിച്ചാണ് എഴുന്നേറ്റത്, അതുകൊണ്ടാണ് കാണാൻ താമസിച്ചത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് എപ്പിസോഡ് കാണുന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്.